ഹായ് ഓൾ, നമുക്കിന്ന് പപ്പടം വെച്ചിട്ടൊരു മെഴുക്കുരുട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാക്കറ്റ് പപ്പടമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലൊരു കത്രിക ഉപയോഗിച്ച് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ ചിലരിതിങ്ങനെ മുറിക്കാതെ പപ്പടം പൊരിച്ചിട്ട് കൈ കൊണ്ട് പൊടിച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിലും കുറച്ചുകൂടി കാണാൻ ഭംഗി ഇങ്ങനെ മുറിച്ചെടുക്കുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ ഇതുപോലത്തെ നീളത്തിലുള്ള പീസായിട്ട് എടുക്കാം. ഞാനിത് കുറച്ചുകൂടെ ചെറിയ പീസായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇത് കത്രിക കൊണ്ടൊന്നും മുറിക്കണമെന്നില്ല, കൈ കൊണ്ടൊന്ന് മുറിച്ചിട്ടാലും മതിയാവും. അപ്പോൾ എല്ലാ പീസസും ഇതുപോലെ മുറിച്ചിടുക. എന്നിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്, ഏതെണ്ണയായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിലേക്ക് നമ്മുടെ പപ്പടം കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് ഇടരുത്, കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് 2-3 സെഷനായിട്ട് വറുത്തെടുക്കുക. പിന്നെ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പപ്പടം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയൊന്ന് കോരിയെടുക്കാം. എന്നിട്ട് കോരിയെടുത്തിട്ട് രണ്ടാമത്തെ സെഷനായിട്ട് അടുത്ത പപ്പടം കൂടി ഇട്ട് കൊടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ എല്ലാ പപ്പടവും ഇതുപോലെ വറുത്തെടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പപ്പടം വറുത്ത അതേ എണ്ണ തന്നെ എടുത്താൽ മതി കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എണ്ണ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ സവോളയ്ക്ക് പകരം ചുവന്നുള്ളി യൂസ് ചെയ്യാം. അപ്പോൾ ചുവന്നുള്ളി ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അതില്ലാന്നുണ്ടെങ്കിൽ സവോള എടുത്താലും മതി. എന്നിട്ട് സവോള നല്ലോണം ഒന്ന് മൂപ്പിക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. അപ്പോൾ കറിവേപ്പില അധികം വേണമെങ്കിൽ അധികം എടുക്കാം. കൂടുതൽ എടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് കൂടും. സവോള നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം വറ്റൽമുളക് പൊടിച്ചതാണ്. ആ വറ്റൽമുളക് ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ കുറച്ച് വറ്റൽമുളക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്ത് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് പൊടിയാൻ ചാൻസ് ഉണ്ട്. മാക്സിമം പൊടിയാണ്ട് എടുക്കുക, കുറച്ചൊക്കെ പൊടിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.